നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കിൻ്റെ പേര് സരസ്വതി സാരി ഡിപ്പോ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് റീസെൻ്റ് ആയിട്ട് ലിസ്റ്റ് ആയിരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇത് കഴിഞ്ഞ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ്, മൂന്നോ നാലോ മാസങ്ങൾക്ക് മുൻപാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു ഐ പി ഒ ആയിട്ട് തന്നെയാണ് ലിസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വലിയ ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സൈറ്റുകളിലൊന്നും കിട്ടാനില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. മിൻറ്റിലാണെങ്കിലും നമുക്കധികം ഡീറ്റെയിൽസുള്ള കാര്യങ്ങളൊന്നും സ്റ്റോക്കിന് അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസിനൊന്നും ഇവാലുവേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള വലിയൊരു ഡീറ്റെയിൽസുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. സോ നമുക്ക് നേരെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഹിസ്റ്ററി മീൻസ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തന രീതിയും പിന്നെ ബേസിക് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങൾ നമുക്ക് ഈ screener.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലൂടെ നമുക്ക് നോക്കാം. നേരെ ഈ കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 1996 കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും ഇത് വുമൻസ് അപ്പാരൽസ് ആണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോൾസെയിൽ ബിസിനസ്സാണ് കമ്പനി നടത്തുന്നത്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനിയുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ക്യാഷ്വൽ വെഡ്ഡിങ്സ്, അതുപോലെ തന്നെ ഫാബ്രിക്സ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പിന്നെ വൂവൻ പ്രിൻറ്റഡ് കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതർ പ്രൊഡക്റ്റ് ഓഫറിംഗ് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്ന മറ്റ് പ്രൊഡക്റ്റുകൾ കുർത്തീസ് ഉണ്ട്, ഡ്രസ് മെറ്റീരിയൽസ് ഉണ്ട്, ബ്ലൗസ് പീസ് ഉണ്ട്. മെയിൻലി ഈ കമ്പനി ചെയ്യുന്നത് വുമൻസിൻ്റെ അപ്പാരൽസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നത് 3 ലക്ഷത്തിലധികം SKUs ഇവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മെജോറിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആർ സോൾഡ് ഇൻ വെസ്റ്റേൺ ആൻഡ് സതേൺ റീജൻസ് ഓഫ് ഇന്ത്യ എന്നാണ് അവർ പ്രത്യേകം ഇവരത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഇവർക്ക് 13,000 യൂണീക്കായിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പ്രധാനമായിട്ടും മഹാരാഷ്ട്രയാണ് ഇവരുടെ ഒരു റവന്യൂ സെൻറ്റർ എന്ന് പറയുന്നത്. കർണാടകയിൽ അതുപോലെ 17%, ഗോവയിൽ നിന്നും 3.5%, ബാക്കിയുള്ള സ്റ്റേറ്റുകളിലെ ഏരിയാസിൽ നിന്നൊക്കെ ഇവർക്ക് 0.5% ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ മീൻസ് ഇവരുടെ ഒരു റവന്യൂ ജനറേഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ റവന്യൂ ഉണ്ടായിരിക്കുന്ന മെയിൻ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാരീസിൽ നിന്നാണ് ഈ കമ്പനിക്ക് 91% ഇവരുടെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. കുർത്തീസിൽ നിന്ന് 5%, ബ്ലൗസ് പീസിൽ നിന്ന് 1.5%, പാൻസ് ഷർട്ട് പീസുകളിൽ നിന്ന് 1%, അതർ പ്രൊഡക്ട്സിൽ നിന്നും 1.5% ഇവർക്ക് റവന്യൂ ജനറേഷൻ ഉണ്ടാകുന്നത്. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന വുമൻസ് അപ്പാരൽസിലാണെങ്കിൽ പോലും സാരിയിലാണ് മെയിൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ 160 കോടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രഷ് ഇഷ്യൂ ആണ് നടത്തിയിരിക്കുന്നത്. ഇത് കമ്പനിയുടെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിനും അതുപോലെ തന്നെ കോർപ്പറേറ്റ് അഫയേഴ്സിനും അല്ലെങ്കിൽ കമ്പനിയുടെ ഫർദർ ഡെവലപ്മെൻറ്റ്സിനും വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു ഫ്രഷ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 506 കോടി രൂപയാണ്. കറണ്ട് പ്രൈസ് 126 രൂപയാണ്. ബുക്ക് വാല്യൂ 46 രൂപയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിവിഡൻഡ് ഒന്നും കൊടുത്തായിട്ട് ഇത് നിലവിൽ കാണിച്ചിട്ടില്ല. ഫേസ് വാല്യൂ 10 രൂപയാണ്. 10 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് സ്പ്ലിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 6.62% ആണ്. പ്രൊമോട്ടർ ഹോൾഡിങ്സ് പറയുന്നത് ഏകദേശം 75%-ത്തിനടുത്താണ്. കമ്പനിക്ക് വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിയോട്രോസി സ്കോർ എന്ന് പറയുന്നത് 8%, 8 പോയിൻ്റാണ്. 8 പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഫിനാൻഷ്യലായിട്ട് നല്ല സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. കമ്പനിയുടെ ROE എന്ന് പറയുന്നത് 58, അതുപോലെ ROCE എന്ന് പറയുന്നത് 45. ഇത് നല്ല അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാന്ന് അഭിപ്രായമുള്ള ആളുകൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, എങ്കിൽ നമുക്കും അറിയാൻ പറ്റും. കമ്പനിയുടെ PE എന്ന് പറയുന്നത് 17.1, കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ PE എന്ന് പറയുന്നത് 35. ഇതും നല്ലൊരു ഇൻഡിക്കേഷൻ ആയിട്ടാണ്, അതായത് നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യലുള്ള കമ്പനിയായിട്ടാണ് എനിക്കിവിടെ തോന്നിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കമ്പനി ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇപ്പം RSI 40-ലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നല്ലൊരു ബൈയിങ് ഏരിയയിലാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സോ ഇത് അത്യാവശ്യം നമ്മൾക്ക് നമ്മളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു മിഡ് ടൈം ഒരു 6 മാസത്തേക്ക് 1 വർഷത്തേക്കൊക്കെ നമുക്ക് അത്യാവശ്യം ഒന്ന് ട്രേഡ് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഈ പറഞ്ഞ ബേസിക് ഡേറ്റയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കമ്പനിയുടെ ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള ലിസ്റ്റിംഗ് ആയതുകൊണ്ട് വലിയ ഡേറ്റാസും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈമറി ചാർട്ട് നോക്കുന്നതിൽ നിന്നും വലിയ ഒരു പ്രയോജനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കമ്പനിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം AI ജനറേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിശദമായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ക്വാർട്ടർ ടു ക്വാർട്ടർ റിസൾട്ടിലേക്ക് നോക്കുകയാണ് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ല രീതിയിൽ ഇതിന് അത്യാവശ്യം ഒരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. 2024 മാർച്ചിൽ കഴിഞ്ഞ മാസം
മാർച്ചിൽ ഇയർ എൻഡ് സമയത്ത് 5%, അതിനുശേഷം ലാസ്റ്റ് ക്വാർട്ടറിൽ മീൻസ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നതിന് മുമ്പത്തെ ക്വാർട്ടറിൽ 6%, ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ 7.5% ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമായിട്ട് മനസ്സിലാകും മാർച്ചിന് ശേഷം, അതായത് ഈ വർഷത്തെ കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് നല്ലൊരു സെയിലിൻ്റെ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നല്ല ഒരു വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. ഇയറിലും ആണെങ്കിലും അത്യാവശ്യം നല്ല ഒരു വേരിയേഷൻ കാണിച്ചിട്ടുണ്ട്. ഇത് നല്ലൊരു ഗുഡ് സൈനാണ്. അതുപോലെ ഏർണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൃത്യമായിട്ട് നല്ല ഒരു EPS ഇവിടെ കാണിക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അതും നമുക്ക് അട്രാക്റ്റീവായിട്ടാണ്. ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ നല്ല വ്യത്യാസം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെയിൽസിലാണെങ്കിലും കാര്യമായിട്ട് നല്ല വേരിയേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പെൻസ് ആണെങ്കിൽ കമ്പാരറ്റീവ്ലി കൂടിയിട്ടുണ്ട്, അല്ലാതെ വലിയ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. 558 കോടിയായിരുന്നു കഴിഞ്ഞ വർഷത്തെ, ഈ വർഷം വന്നപ്പോഴത്തേക്ക് 570 കോടിയായി. സോ അത് വലിയ വേരിയേഷൻ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ വെച്ച് നോക്കുകയാണെങ്കിൽ, OPM പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു വേരിയേഷൻ ഇവിടെ നമുക്ക് അട്രാക്റ്റീവായിട്ടുള്ളൊരു വേരിയേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന ഇത്രയും ഡീറ്റെയിൽസുകൾ നമുക്ക് നോക്കാൻ പ്രത്യേകിച്ച് ഡേറ്റ ഇല്ലാത്തതുകൊണ്ട് സ്റ്റോക്ക് പ്രൈസിലുള്ള CAGR കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വലിയ റീസെൻറ്റ് ലിസ്റ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് അധികം കാര്യങ്ങൾ ഇവിടെ നമുക്ക് നോക്കാനില്ല. പിന്നെ നമ്മൾ നേരെ ബാലൻസ് ഷീറ്റിലോട്ട് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പറയത്തക്ക കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. റീസെൻറ്റ് ലിസ്റ്റിംഗ് ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് ആണെങ്കിൽ 74% ഇതിൻ്റെ മെയിനായിട്ട് ഹോൾഡ് ചെയ്യുന്ന പ്രൊമോട്ടേഴ്സ് തന്നെയാണ്. പക്ഷേ രണ്ടാമത്തത് വരാനത് ഇവിടെ ഏകദേശം മീൻസ് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പറയുന്ന അതേ രീതിയിൽ തന്നെയുള്ള ഹോൾഡിങ്സ് തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നും നിലവിൽ വന്നിട്ടില്ല. എന്താണെങ്കിലും ഭാവിയിലേക്ക് ഇത് കുറച്ച് നാളുകളും കൂടി കഴിയാൻ നേരം ചിലപ്പോൾ ഈ പറയുന്ന സ്ട്രക്ചറിൽ കമ്പനിയുടെ ബാക്കിയുള്ള സ്ട്രക്ചറിലും കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാവുമായിരിക്കും. എന്താണെങ്കിലും ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓവറോൾ ഇപ്പം ഉള്ള ഡേറ്റ വെച്ച് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ബേസിക് ഫണ്ട് ടൈം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റേഷ്യോസ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ, ബാലൻസ് ഷീറ്റ് ആണെങ്കിലും ക്വാർട്ടർലി റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിലും വലിയൊരു മോശമല്ല. എന്നാൽ വലിയ അത്യുഗ്രൻ റിസൾട്ടാണോ എന്ന് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. പക്ഷേ ഒരു ഇമ്പ്രസീവായിട്ടുള്ള നല്ലൊരു റിസൾട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരെ ഇതിൻ്റെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ചാർട്ട്. കാരണം ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ ഇതാണ് ഇതിൻ്റെ ചാർട്ട്. ലിസ്റ്റ് ചെയ്ത അന്ന് മുതൽ അത് ഏകദേശം താഴേക്ക് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഞാനൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ച് കാണിക്കാം. ട്രെൻഡ് ലൈൻ വരച്ച് കാണിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും തോന്നുന്നു. നേരത്തെ ട്രെൻഡ് ലൈൻ ഈ ഒരു രീതിയിലാണ് നേരത്തെ ഇരുന്നിരുന്നത്. സോ ഞാൻ അതിനെ വെച്ച് തന്നെ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് എൻ്റേതായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാം. ഈ ഒരു രീതിയിലായിരുന്നു ഞാൻ ആദ്യം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സ്റ്റോക്കിൻ്റെ ലെവൽ ഞാനൊരു പ്രാവശ്യം എൻട്രിക്ക് വേണ്ടി വെറുതെ ജസ്റ്റ് നോക്കിയതാണ്. അന്ന് ഞാൻ ഈ ഒരു ലെവലാണ് ഞാൻ കണ്ടിരുന്നത്. സോ അന്ന് ഞാൻ പിന്നെ എടുത്തില്ല എൻട്രി, അത് അങ്ങ് ഞാൻ വിട്ടു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ നിലവിൽ നിൽക്കുന്ന പ്രൈസിനെ സംബന്ധിച്ച് പ്രൈസ് അത്യുഗ്രൻ ഒരു ബേസ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസ് ഉണ്ടാക്കിയിട്ട് ഈ ബേസിനെ താഴേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് നിലവിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ബേസായിട്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ വരാൻ നേരത്ത് പ്രൈസ് ഒരു അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ വരാൻ നേരത്തെ ഒരു റിവേഴ്സൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം നല്ലൊരു ഗ്രോത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 139, 140 എന്നുള്ള റേഞ്ചിനെ ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പിന്നെ അടുത്ത ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സൈഡാണ്. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും ഏകദേശം നമുക്ക് ഒരു 10%, 11%ഓളം ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ ഉണ്ട്. അതിനുശേഷം സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മേഖലയിലേക്ക് വരും. അവിടെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു 9% നമുക്ക് അവിടെ ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് തേർഡ് ടാർഗറ്റായിട്ട് വരുന്നത് ഇപ്പോൾ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ലെവലിലേക്കായിരിക്കും. തേർഡ് ടാർഗറ്റിൽ നിന്നും 1, 2, 3 രണ്ടാമത്തെ ടാർഗറ്റിൽ നിന്നും മൂന്നാമത്തെ ടാർഗറ്റിലേക്ക് ഏകദേശം 25%-അടുത്ത് 24%-അടുത്ത് നമുക്ക് ടാർഗറ്റ് നിലവിൽ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ അതേ കേസ് തന്നെ ഇത് ഈ ഒരു ഏരിയയിൽ നിന്നും അത്യാവശ്യം നല്ല ഒരു ബേസ് ഇപ്പം നിലവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കെല്ലാം കൃത്യമായിട്ട് ഇവിടെ കാണാം. ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് താഴേക്കൊരു ക്ലോസിങ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല. സോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു അത്യാവശ്യം നല്ല ഒരു
എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രെൻഡ് ലൈനിൽ വന്നിട്ട് ഇത് സപ്പോർട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണാൻ നേരത്താണെങ്കിലും നമുക്ക് ഡെയിലി ക്യാൻഡിലാണെങ്കിലും ചെറിയൊരു ഗ്രോത്ത് മീൻസ് അല്ലെങ്കിൽ ബയേഴ്സ് ഇവിടെ ആക്റ്റീവായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ സെല്ലേഴ്സ് വളരെ എന്താണ് ഇൻട്രസ്റ്റഡ് അല്ലാത്ത രീതിയിലായിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഈ സെല്ലേഴ്സിൻ്റെ വോളിയം ആണെങ്കിലും ഭയങ്കര ഒരു ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ അതും ഒരു നല്ല ഇൻഡിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും എൻട്രി നോക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് വേണമെങ്കിലും എൻട്രി നോക്കാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇവിടെ ഈ ഒരു റേഞ്ചിൽ തന്നെ ആയിരിക്കണം സ്റ്റോപ്പ് ലോസ്. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂട്ടി യോജിപ്പിക്കാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ എൻട്രി എടുക്കുന്ന അത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഈ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ, അതായത് 139 140 എന്ന് പറയുന്ന ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ വന്നെങ്കിൽ മാത്രമേ, അത് വോളിയത്തോട് കൂടിയിട്ട് ഒരു ബ്രേക്ക് ഔട്ട് ഈ ഒരു റേഞ്ചിനെ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കവിടെ എൻട്രി എടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചാർട്ട് അനലൈസ് ചെയ്യുക, നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ ഇപ്പം കണ്ടെടുത്തോളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ അനലൈസ് ചെയ്തെടുത്തോളം ഇതിൻ്റെ ബേസിക് അല്ലെങ്കിൽ ഫണ്ടമെൻ്റലായിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യലായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും